കളമശ്ശേരി നഗരസഭയിൽ ഡെങ്കിപ്പനി പടർന്നു പിടിക്കുകയാണ്. സംസ്ഥാനത്ത് തന്നെ ഒരു നഗരസഭാ പരിധിയിൽ ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തതും കൊച്ചി കളമശ്ശേരിയിലാണ്. മഴക്കാലപൂർവ്വ ശുചീകരണ ജോലികൾ കൃത്യമായി നടപ്പാക്കാതിരുന്നതാണ് രോഗം ബാധിക്കുന്നവരുടെ എണ്ണം കൂടാൻ കാരണം എന്നാണ് പരാതി. ഡെങ്കിപ്പനി ബാധിച്ച് നഗരസഭാ പരിധിയിൽ ഒരു മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മഴക്കാല പ്രതിരോധ പ്രവർത്തനങ്ങൾ കളമശ്ശേരി നഗരസഭാ പരിധിയിൽ പാളിയതോടെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഡെങ്കി കേസുകൾ സജീവമായി സ്ഥിതി ചെയ്യുന്ന നഗരസഭയായി കളമശ്ശേരി മുനിസിപ്പാലിറ്റി മാറിയിരിക്കുന്നു. കളമശ്ശേരി നഗരസഭ ഓഫീസിൽ നിന്ന് മന്ത്രി പി രാജീവിന്റെ ഓഫീസിലേക്ക് 3 കിലോമീറ്റർ പോലും ദൂരമില്ല. പക്ഷേ മന്ത്രി പറയുന്നത് പോലും കളമശ്ശേരി നഗരസഭയിലെ ഭരണസമിതി ചെവിക്കൊള്ളുന്നില്ല എന്നാണ് പരാതി. കളമശ്ശേരി നഗരസഭാ പരിധിയിൽ 100-ലധികം പേർക്കാണ് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചിരിക്കുന്നത്. രോഗലക്ഷണങ്ങളുമായി ചികിത്സയ്ക്ക് ദിവസവും എത്തുന്നത് നിരവധി പേരാണ്. ഡെങ്കി വ്യാപനം അതിരൂക്ഷമായിട്ടും നഗരസഭാ അധികൃതർ കണ്ണു തുറക്കുന്നില്ല എന്നാണ് ആക്ഷേപം. ഡെങ്കിപ്പനി മരണം കൂടി ഉണ്ടായതോടെ നഗരസഭയ്ക്ക് മുന്നിലേക്ക് പ്രതിപക്ഷ കൗൺസിലർമാർ ഇന്ന് സമരവുമായി രംഗത്തെത്തി. കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ പ്രധാന റോഡുകളിലൊക്കെ മാലിന്യം കെട്ടിക്കിടക്കുകയാണ്. ഇപ്പോഴും ചാക്ക് കെട്ടുകളായിട്ടാണ് കിടക്കുന്നത്. അത് മഴ പെയ്ത് ഒലിച്ച് രോഗാണുക്കളും പുഴുക്കളും പട്ടി അത് കടിച്ച് വലിച്ച് റോട്ടിലിട്ട് നടക്കാനോ വാഹനങ്ങളിൽ പോകാനോ കഴിയാത്ത വിധം റോഡിൻ്റെ ഗതിയുതാണ്. 100 കണക്കിന് ഈ നാട്ടിലെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇങ്ങോട്ട് മാർച്ച് വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് 25-ാം തീയതി. മഴക്കാലപൂർവ്വ ശുചീകരണം പൂർണ്ണമായും പാളിയതാണ് കളമശ്ശേരി നഗരസഭയ്ക്ക് തിരിച്ചടിയായത്. നഗരത്തിന്റെ മുക്കിനും മൂലയിലും മാലിന്യം കൂട്ടിയിട്ട നിലയിലാണ്. കൊതുകിന് പെറ്റുവരുകാൻ അനുകൂലമായ സാഹചര്യം നഗരസഭ ഒരുക്കിക്കൊടുത്തു എന്നാണ് ആക്ഷേപം. ആരോഗ്യ വിഭാഗത്തിൽ ആവശ്യത്തിന് താൽക്കാലിക ജീവനക്കാരെ നിയമിക്കാത്തതും നഗരത്തിലെ പ്രതിരോധ പ്രവർത്തനങ്ങളെ ഗുരുതരമായി ബാധിച്ചു. ഹരിതകർമ്മ സേനയെ ഉപയോഗിച്ചുള്ള മാലിന്യ നീക്കവും നഗരസഭയിൽ ഫലപ്രദമല്ല. ഏറ്റവും കെടുകാര്യസ്ഥതയോടെ മകുടോദാഹരണമായി ഹരിതകർമ്മസേനയെ മാറ്റി കളമശ്ശേരി നഗരസഭയിൽ. ആ കർമ്മസേനയിൽ എത്ര പേർ ജോലി ചെയ്യുന്നു എന്നുള്ളത് സംബന്ധിച്ച് രേഖകളില്ല. ആരാണ് ഇവരെ നിയന്ത്രിക്കുന്നത് എന്നത് സംബന്ധിച്ച് രേഖകളില്ല. വർഷാവർഷം ഓഡിറ്റിന് വിധേയമാക്കാത്ത വിധത്തിൽ കണക്കുകൾ ഒരു തരത്തിലും ലഭ്യമാകാത്ത വിധത്തിൽ ഇനി എടുക്കുന്ന മാലിന്യം പോലും ഇടക്കാലം കൊടുത്ത് അവർ തന്നെ തീയിട്ട് ആ കണക്ക് പോലും ലഭ്യമാകാത്ത വിധത്തിൽ കളമശ്ശേരി നഗരസഭയ്ക്കകത്ത് ഇതൊരു അഴിമതിയുടെ കൂമ്പാരമായി ഹരിതകർമ്മസേനയുടെ വിഭാഗം മാറിയിരിക്കുകയാണ്. സർക്കാർ നൽകുന്ന ഫണ്ട് പോലും കൃത്യമായി നഗരസഭ വിനിയോഗിക്കുന്നില്ലെന്ന ആക്ഷേപവും പ്രതിപക്ഷ കൗൺസിലർമാർ ഉന്നയിക്കുന്നുണ്ട്. കൗൺസിലർമാർ ആവശ്യപ്പെട്ടിട്ടും UDF ഭരിക്കുന്ന ഭരണസമിതി ഒന്നും ചെയ്യുന്നില്ല എന്നാണ് പരാതി. നഗരസഭയുടെ നിലപാടിനെതിരെ ഈ മാസം 23 മുതൽ പ്രത്യക്ഷ സമരം തുടങ്ങുമെന്ന് ഇടതുമുന്നണി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. രോഗവ്യാപനം രൂക്ഷമാകുമ്പോൾ ഇടതുമുന്നണി പ്രഖ്യാപിച്ച സമരമെങ്കിലും നഗരസഭയുടെ കണ്ണു തുറപ്പിക്കുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. അപ്പോൾ കളമശ്ശേരി നഗരസഭാ പരിധിയിലുള്ള ആശങ്ക അതാണ്. അധികൃതർ അക്കാര്യത്തിൽ നടപടിയെടുക്കുമെന്ന് പ്രതീക്ഷിക്കാം. തോമസ് ജോർജ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത് കേരളത്തിൽ കീറാമുട്ടിയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. കണ്ണൻ ഒരു പ്രതികരണം നടത്തുന്ന ഇങ്ങനെയാണ്: വികസനം വരണം, അത് താഴെത്തട്ടിൽ ഉള്ളവരിലേക്ക് കൂടി എത്തുന്ന തരത്തിലാകണം. അങ്ങനെയുള്ളവരാണ് യഥാർത്ഥ ഭരണാധികാരികൾ എന്നുകൂടി അദ്ദേഹം നേരത്തെ നമ്മൾ നൽകിയ വിഴിഞ്ഞം വാർത്തയുമായി ബന്ധപ്പെട്ട് പ്രതികരണം അറിയിക്കുന്നുണ്ട്.